നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. വിസി വിഷയത്തിൽ സർക്കാർ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി ആർ ബിന്ദു. കേസ് കോടതിയുടെ പരിഗണനയിൽ. ചാൻസലർ പ്രവർത്തിക്കുന്നത് സാങ്കേതിക സർവകലാശാല ആക്ടിന് വിപരീതമായി. റബ്ബർ ഇറക്കുമതി ചുങ്കം കർഷകർക്ക് നേരിട്ട് നൽകണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കും. റബ്ബർ തൈകളുമേന്തി റബ്ബർ ബോർഡിന് മുന്നിൽ സമരം. പാലാ നഗരത്തിലെ തെരുവു നായ്ക്കളെ തുരത്താൻ നടപടിയായി. നായ്ക്കളെ ഡോഗ് പാർക്കിലേക്ക് മാറ്റാൻ നീക്കം. പാർക്കിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. വിസി നിയമന വിഷയത്തിൽ സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും ചാൻസലർ അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സാങ്കേതിക സർവകലാശാല ആക്ടിന് വിരുദ്ധമായാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. വിസി നിയമന വിഷയത്തിൽ സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ചാൻസലർ അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച കേസ് കോടതി പരിഗണിക്കും. വിസി ഇല്ല എന്നുള്ളത് പരിഗണിച്ചാണ് കോടതി നിലവിൽ സ്റ്റേ അനുവദിക്കാത്തത്. സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ നിന്നും വിസി നിയമനം നടത്തണമെന്ന് സാങ്കേതിക സർവകലാശാല ആക്ടിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായാണ് നിലവിൽ ചാൻസലറായ ഗവർണർ പ്രവർത്തിച്ചിട്ടുള്ളത്. കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാതെ ചാൻസലർ എടുത്തിരിക്കുന്ന നടപടി രാഷ്ട്രീയമാണ്. ഇത്തരത്തിൽ ബാലിശമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ല. ദേശീയ ഗുണനിലവാര പരിശോധനയിൽ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെല്ലാം വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിനുള്ള സംഘടിത ശ്രമമാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കേന്ദ്ര സർക്കാർ വലിയ പിന്തുണയും നൽകുന്നുണ്ട്. സംഘപരിവാർ അജണ്ട കേരളത്തിലും നടപ്പാക്കുന്നത് ഇടനില പ്രവർത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗോൾവാക്കറുടെ ചിത്രത്തിന് മുൻപിൽ നമസ്കരിച്ച ശേഷം ചാർജ് എടുക്കാൻ വരുന്ന വൈസ് ചാൻസലർമാർ എത്തരത്തിലാവും പ്രവർത്തിക്കുക എന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കോട്ടയത്ത് പറഞ്ഞു. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ഇവിടെ കുറെ മാസങ്ങളല്ല, ഒരു വർഷത്തിലേറെ കാലം അത് രാജ്ഭവനിൽ അടവച്ചു ഇരുന്നതിന് ശേഷം മാത്രമാണ് സുപ്രീം കോടതി കേസ് പരിഗണനയ്ക്ക് എടുക്കുന്നതിന്റെ തലേന്നാണ് വളരെ തിരക്ക് പിടിച്ച് അത് പ്രസിഡന്റിന് അയച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഉള്ളുകള്ളികൾ, അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ അന്തർനാടകങ്ങൾ ഇന്ന് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ചാർജ് എടുക്കാൻ വരുന്ന വൈസ് ചാൻസലർമാർ ഏത് നിലയിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം DBT വഴി കർഷകർക്ക് ലഭ്യമാക്കണമെന്ന് ജോസ് കെ മാണി MP. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയം റബ്ബർ ബോർഡിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റബ്ബറിന് പുറമെ മറ്റു കർഷകർക്ക് വേണ്ടി കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമെന്നും കേന്ദ്ര സർക്കാരിന്റെ അനീതി വെച്ച് പൊറുപ്പിക്കില്ലെന്നും സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു. പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു അധ്യക്ഷനായി. പാർട്ടി വൈസ് ചെയർമാൻമാരായ ഡോക്ടർ N ജയരാജ്, തോമസ് ചാഴിക്കാടൻ, MLA മാരായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഭാരവാഹികളായ ജോസ് ടോം, സണ്ണി തെക്കേടം, വിജി M തോമസ്, സക്കറിയ കുതിരവേലി, ബേബി ഉഴുത്തുവാൻ, ജോസ് ചാമക്കാല, ജോജി കുറിയാടൻ, റെജി കുന്നങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരത്തിലെ തെരുവുനായ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തേൽ. നായ്ക്കളെ പണ്ട് സൂക്ഷിച്ചിരുന്ന മൃഗാശുപത്രി വളപ്പിലെ ഡോഗ് പാർക്ക് നന്നാക്കിയെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പാലാ നഗരത്തിലെ തെരുവുനായ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ മുനിസിപ്പൽ വികസന ജനകീയ സമിതിയെ അറിയിച്ചു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. നായ്ക്കളെ പണ്ട് സൂക്ഷിച്ചിരുന്ന മൃഗാശുപത്രി വളപ്പിലെ ഡോഗ് പാർക്ക് നന്നാക്കിയെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് നായപിടുത്തക്കാരെ കൊണ്ടുവരും. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു. ഇക്കാര്യങ്ങൾക്ക് അന്തിമ രൂപരേഖ ഒരുക്കുന്നതിനും തെരുവുനായ പ്രശ്നം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ഷാജു തുരുത്തേൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ മുന്നേറ്റത്തിന് ചാൻസലർ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സെൽഫ് ഫിനാൻസ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിനെ സഹായിക്കേണ്ട ചാൻസലർ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു കോട്ടയത്ത് പറഞ്ഞു. സർക്കാർ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ സർക്കാർ കൈകടത്തേണ്ടതില്ല എന്നാണ് ചാൻസലർ വ്യാഖ്യാനിക്കുന്നത്. താനാണ് എല്ലാത്തിന്റെയും പരമാധികാരി എന്ന നിലയിലാണ് ചാൻസലറുടെ പ്രവർത്തനം. സംഘപരിവാർ അജണ്ട നടപ്പാക്കാനാണ് ചാൻസലർ ശ്രമിക്കുന്നത്. അതിന് സംഘപരിവാർ നിലപാടുകാരായ വ്യക്തികളെ വൈസ് ചാൻസലർമാരാക്കുകയാണ്. സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ട കേരളത്തിലും നടപ്പാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംഘപരിവാരം പ്രത്യയശാസ്ത്ര മേഖലയിൽ ഇന്ത്യ മുഴുവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ അജണ്ട കേരളത്തിലേക്കും കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കൂടിയാണ് ചാൻസലറിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ എന്നുള്ള ഒരു പ്രതിസന്ധി തീർച്ചയായും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിവേഗം മുന്നോട്ട് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിപാസ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുണനിലവാരത്തിൽ വളരെ മുന്നിലാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായ ഇടപെടലുകളും ദിശാബോധം പകരുന്ന പ്രവർത്തനങ്ങളും സാധ്യമാക്കും. ജനപക്ഷ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാനുള്ള കേരളത്തിന്റെ പ്രയാണത്തിൽ കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സിപാസ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ വഹാബ് അധ്യക്ഷനായിരുന്നു. ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, സിപാസ് ഡയറക്ടർ P ഹരികൃഷ്ണൻ, സിപാസ് ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് റെജി സക്കറിയ, പ്രൊഫസർ ഡോക്ടർ ജോജി അലക്സ്, ഡോക്ടർ R അരുൺരാജ് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ സുമ V മാധവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഭരണഘടനാ ക്വിസ് മത്സരത്തിൽ ആർപ്പുക്കര സെന്റ് ഫിലോമിനാസ് HSS ജേതാക്കൾ. MD സെമിനാരി സ്കൂളിന് 2ാം സ്ഥാനവും മൗണ്ട് കാർമൽ സ്കൂളിന് 3ാം സ്ഥാനവും ലഭിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും സാംസ്കാരിക വേദിയായ സംഗ്രാമയും ഭരണഘടനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഭരണഘടനാ ക്വിസ് ജില്ലാതല മത്സരത്തിൽ ആർപ്പുക്കര സെന്റ് ഫിലോമിനാസ് GHSSലെ S തേജസും S തീർത്ഥയും 1ാം സ്ഥാനം നേടി. കോട്ടയം MD സെമിനാരി HSSലെ നിബിൻ ഷെറഫും സിദ്ധാർത്ഥ അനീഷും 2ാം സ്ഥാനവും, കോട്ടയം മൗണ്ട് കാർമൽ ഗേൾസ് HSSലെ ആതിര പ്രദീപും ക്രിസ്റ്റീന റേച്ചൽ മധുവും 3ാം സ്ഥാനവും നേടി. 8 ടീമുകളാണ് പ്രാഥമിക റൗണ്ടിൽ നിന്ന് വിജയിച്ച് ഫൈനലിൽ മത്സരിച്ചത്. കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും ജില്ലാ കളക്ടർ വിതരണം ചെയ്തു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KT സാജുമോൻ അധ്യക്ഷത വഹിച്ചു. ഭരണഘടനയുടെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് V ജയപ്രകാശ് പ്രഭാഷണം നടത്തി. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K പ്രവീൺ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് ഷെരീഫ്, ജില്ലാ സെക്രട്ടറി ഷാജിമോൻ ജോർജ്, സംഗ്രാമ ചെയർമാൻ OR പ്രദീപ് കുമാർ, ഹെഡ്മാസ്റ്റർ ഡാനിഷ് P ജോൺ, സംഗ്രാമ കൺവീനർ ഡോക്ടർ പ്രശാന്ത് സോണി സോമൻ, ട്രഷറർ TS അജിമോൻ, ഡോക്ടർ R സേതുനാഥ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുന്നതിനായി പാലാ ചാവറ സ്കൂളിൽ ഒരുക്കിയ സഫീൻഷ്യ 24 ശാസ്ത്രമേള കൗതുകമുണർത്തുന്നതായിരുന്നു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബാസ്റ്റിൻ മംഗലത്തിൽ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര കൗതുകം വളർത്തി സഫീൻഷ്യ 24 പാലാ ചാവറ സ്കൂളിൽ നടന്നു. കുട്ടികളിൽ ശാസ്ത്ര അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികളുടെ ശാസ്ത്ര പ്രദർശനം നടന്നത്. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബാസറ്റിൻ മംഗലത്തിൽ CMI മേള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് നരിതൂക്കിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാബു കൂടപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടന്ന എക്സിബിഷനിൽ 1600 കുട്ടികൾ അവരുടെ ശാസ്ത്ര നിർമ്മിതികൾ പ്രദർശിപ്പിച്ചു.
10ാം ക്ലാസ്സിലെ കുട്ടികൾ നിർമ്മിച്ച കാർ ശാസ്ത്രമേളയിൽ ഏറെ ശ്രദ്ധ നേടി. ജീവികളുടെ തനതായ മാംസഭാഗങ്ങൾ കുട്ടികൾ പ്രദർശനത്തിനായി വെച്ചു. മാതാപിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രദർശനം കാണാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം അതിരൂപത ജ്ഞാനായ അംഗങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി ഡിസംബർ 1 കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ പ്രതിഷേധ യോഗം ചേരുമെന്ന് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജ്ഞാനായക്കാരോട് മെത്രാൻ മാർ മൂലക്കാട്ട് അവഗണന കാട്ടുന്നതിൽ മനമടുത്താണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും അംഗങ്ങൾ അറിയിച്ചു. ഇത് സംബന്ധിച്ച് കോടതി ജ്ഞാനായക്കാർക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും മെത്രാൻ അത് നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. ഇതിനോടകം രൂപതയ്ക്കെതിരായ പല പ്രശ്നങ്ങളും ഉണ്ടായി, നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന വിധത്തിലുണ്ടായി. അതിനെല്ലാം സമുദായത്തിന് അനുഭവമല്ലാത്ത വിധത്തിലാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. ഞങ്ങളും പല കേസുകളും അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുണ്ട്, പുറത്തുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കോടതിയുടെ ഭാഗമാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു അനുഭവപൂർണമായ നടപടികളും ഉണ്ടാകാത്തത് കൊണ്ട് സമുദായം നശിക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ അടിസ്ഥാനശീലയെല്ലാം അദ്ദേഹം പാകി വെച്ചിരിക്കുന്നതുകൊണ്ടും ഇനിയും കാത്തിരുന്നാൽ പറ്റില്ല എന്നുള്ള വിചാരത്തിൽ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ കുറച്ചും കൂടെ ഉഷാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അയ്യപ്പന്മാരുടെ തിരക്കേറി. ജില്ലയിലെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ കടപ്പാട്ടൂരിലെത്തുന്ന ഭക്തർക്ക് വിരിവെക്കുന്നതിനും അന്നദാനത്തിനും വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടാതെ ആയുർവേദ, ഹോമിയോ, അലോപ്പതി ചികിത്സയും 24 മണിക്കൂർ ആംബുലൻസ് സേവനവും ലഭ്യമാക്കും. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കടപ്പാട്ടൂരപ്പന്റെ ചൈതന്യവും പ്രകൃതിദത്ത സൗകര്യങ്ങളാലും ക്ഷേത്രാരംഭകാലം മുതൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ഇവരുടെ പ്രിയപ്പെട്ട ഇടത്താവളമാക്കി മാറ്റി. വിഷ്ണുമോഹനം എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ വ്രതസ്ഥിതിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രികരായ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുവാൻ ദേവസ്വം ശ്രമിക്കുന്നുണ്ട്. കൂടാതെ അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്വമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ 9 മണി മുതലും വൈകുന്നേരം 7 മണി മുതലും അന്നദാനം നൽകുന്നു. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരമണയും അപ്പവും ഇവിടെ ലഭിക്കും. 2011 ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗിക ഇടത്താവളമാക്കി പ്രഖ്യാപിച്ചിരുന്നു. തീർത്ഥാടകർക്കായി ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഡിസ്പെൻസറികളും 24 മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. മണ്ണർകാടുള്ള സൈനിക വിശ്രമ കേന്ദ്രത്തിലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പർ ഒഴിവിലേക്ക് വിമുക്ത ഭടന്മാർ, ആശ്രിതർ എന്നിവർക്ക് അപേക്ഷിക്കാം. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ 30 വൈകിട്ട് 5 വരെ അപേക്ഷ സ്വീകരിക്കും. ഫോൺ 04812371 MG സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആൻഡ് റിസർച്ച് ഇൻ ബേസിക് സയൻസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒഴിവിൽ കരാർ നിയമനത്തിന് വാക്കിംഗ് ഇന്റർവ്യൂ ഡിസംബർ 16 രാവിലെ 11 നടക്കും. യോഗ്യത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും വിഷയത്തിലോ കുറഞ്ഞത് 60% മാർക്കോടെ MSc. പ്രായപരിധി 45. LCAI വിഭാഗത്തിൽപ്പെട്ടവരുടെ അഭാവത്തിൽ മറ്റ് സംവരണ വിഭാഗക്കാരെയും ഇവരുടെ അഭാവത്തിൽ ഓപ്പൺ കാറ്റഗറിക്കാരെയും പരിഗണിക്കും. റബ്ബർ ബോർഡിലെ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഡിവിഷന്റെ കീഴിലുള്ള സെൻട്രൽ ക്വാളിറ്റി കൺട്രോൾ ലാബോറട്ടറിയിൽ അനലിറ്റിക്കൽ ട്രെയിനികളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. അപേക്ഷകർക്ക് രസതന്ത്രത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ പോളിമർ ടെക്നോളജിയിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. 60% കുറയാതെ മാർക്കും ഉണ്ടായിരിക്കണം. 2024 നവംബർ 1 25 വയസ്സ് കവിയരുത്. താൽപ്പര്യമുള്ളവർ ഡിസംബർ 6 രാവിലെ 10 പുതുപ്പള്ളി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ ജോയിന്റ് ഡയറക്ടറിന്റെ മുമ്പിൽ ഹാജരാകണം. വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഫോൺ 0481235311. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VC വിഷയത്തിൽ സർക്കാർ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി R. ബിന്ദു. കേസ് കോടതിയുടെ പരിഗണനയിൽ. ചാൻസലർ പ്രവർത്തിക്കുന്നത് സാങ്കേതിക സർവകലാശാല ആക്ടിന് വിപരീതമായി. റബ്ബർ ഇറക്കുമതി ചുങ്കം കർഷകർക്ക് നേരിട്ട് നൽകണമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കും. റബ്ബർ തൈകളുമേന്തി റബ്ബർ ബോർഡിന് മുന്നിൽ സമരം. പാലാ നഗരത്തിലെ തെരുവു നായ്ക്കളെ തുരത്താൻ നടപടിയായി. നായ്ക്കളെ ഡോഗ് പാർക്കിലേക്ക് മാറ്റാൻ നീക്കം. പാർക്കിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.